ഞാൻ കല്ലിശ്ശേരി ഓഫീസിലെ ലൈൻമാനാണ്. ഇവിടെ ഈ കറണ്ട് ചാർജ് അടക്കാത്ത റവന്യൂ വിഭാഗത്തിൽ കറണ്ട് ചാർജ് അടക്കാത്തവരെ തിരക്കി പോകുന്ന റവന്യൂ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 17-ാം തീയതി DC ലിസ്റ്റ് ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കൺസ്യൂമറുടെ വീട്ടിൽ 2-3 തവണ വിളിക്കുകയും അതുകൂടാതെ ഓഫീസിൽ നിന്നും വിളിച്ചതുമാണ്. ഞാൻ ഇന്ന് രാവിലെയും വിളിച്ചു. അപ്പോൾ രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം അത് നിങ്ങളെന്നെ കട്ട് ചെയ്തു എന്നൊരു മറുപടി കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കൂടെ ഉള്ള ലൈൻമാനായ ജയലാലും കൂടി ആ വീട്ടിൽ ചെല്ലുകയും മീറ്ററിൽ കൺസ്യൂമർ നമ്പർ ഉറപ്പുവരുത്തുന്നതിനും വീട്ടുകാരനാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി മീറ്ററിൻ്റെ ഭാഗത്തേക്ക് ഞാൻ മാറിയ സമയം ഈ കൺസ്യൂമർ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പട്ടീനെ പുറത്തേക്ക് ഇറക്കുകയും പട്ടി എന്നെ ഓടിക്കുകയും പട്ടി എന്നെ കടിച്ച് കാലിലാണ് കടിച്ചത്. ഒരു 12 മണിക്ക് ശേഷമാണ് രഞ്ജിത്ത് തന്നെ ഫോണിൽ വിളിക്കുന്നത്. സാർ ഇതുപോലെ ഒരാൾ പട്ടിയെ വിട്ട് കടിപ്പിച്ച്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പാൻ്റെല്ലാം ആകെ കീറിപ്പോയി. പിന്നെ ഞാൻ ഇവിടുന്ന് എളുപ്പം വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉടനെ തന്നെ നോക്കി. നല്ല മുറിവുണ്ട്, നല്ല കാലിൻ്റെ മുട്ടിന് താഴെ നല്ല മുറിവുണ്ട്. അതുപോലെ കണ്ടപ്പം തന്നെ അല്പം ഒരു ബുദ്ധിമുട്ട് തോന്നി. ഉടനെ തന്നെ കുറ്റൂർ PSIയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ കുത്തിവയ്പ്പ് എടുക്കുകയും ഇപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വന്നു. ഇതാണ് നടന്നത്. ഈ കറണ്ട് ചാർജ് അടയ്ക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 17-ാം തീയതി മുതൽ ഇന്ന് 20-ആയി, 4 ദിവസം ശേഷവും ഇതുവരെ അടയ്ക്കാതിരുന്നതുകൊണ്ടാണ് അവിടെ ചെന്നത്. ഇനി അവരിപ്പോൾ ഇന്ന് വൈകുന്നേരം അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ബലമായിട്ട് കട്ട് ചെയ്യത്തൊന്നുമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ജീവനക്കാർക്കെതിരെ വളരെ മൃഗീയമായ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരാതി എത്തിക്കുകയും അവിടുന്ന് അനന്തര നടപടികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാലിൽ കടിച്ച സമയത്ത് ഈ വ്യക്തി ഈ പട്ടിയെ ഒന്ന് തടയാനോ മറ്റൊന്നും ശ്രമിച്ചില്ല. ബോധപൂർവമാണ് ചെയ്തതെന്നാണ് അതിനുശേഷം മനസ്സിലായത്. ആ കടി കൊണ്ട ശേഷം ഞാൻ വീണ് കൂട്ടത്തിലുണ്ടായിരുന്ന ലൈൻമാൻ ഓടി രക്ഷപ്പെട്ട കാരണം അദ്ദേഹത്തിന് കടിയേറ്റില്ല. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള കുറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടിയിരിക്കുകയാണ്.